നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇസ്രയേലിന് തിരിച്ചടി ഉറപ്പായി. ഇസ്രയേലിനെതിരെ തിരിച്ചടിക്കാൻ തങ്ങൾക്ക് അവകാശമുണ്ടെന്നും രാജ്യത്തിന്റെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റം അംഗീകരിക്കില്ലെന്നും ഖത്തർ പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽ താനി. പരമാധികാരത്തെ ചോദ്യം ചെയ്ത സാഹചര്യത്തിൽ ഖത്തറിനൊപ്പം നിൽക്കുമെന്നും നിലപാടെടുത്ത് അറബ് രാജ്യങ്ങൾ. ഇറാന്റെ ആണവ കേന്ദ്രങ്ങളുടെ പരിശോധനകൾ പുനരാരംഭിക്കുന്നതിനുള്ള മാർഗങ്ങൾ ഉൾപ്പെടെ സഹകരണം പുനരാരംഭിക്കുന്നതിന് വഴിയൊരുക്കുന്നതിനായി ഇറാനും അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയും ചൊവ്വാഴ്ച ഈജിപ്തിന്റെ തലസ്ഥാനമായ കെയ്റോയിൽ ഒരു കരാറിൽ ഒപ്പുവെച്ചു. ഭാരത കത്തോലിക്ക സഭയ്ക്ക് വത്തിക്കാന്റെ പുതിയ അംഗീകാരം. മലയാളിയായ ദേവദാസി മദർ എലീശയെ നവംബർ 8-ന് വത്തിക്കാനിൽ മാർപ്പാപ്പ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിക്കും. ആരോഗ്യ സാമൂഹിക പരിചരണ വകുപ്പ് ആദ്യമായി ഇംഗ്ലണ്ടിലെ NHS ട്രസ്റ്റുകളുടെ പ്രകടനം അടിസ്ഥാനമാക്കി റാങ്കിംഗ് പട്ടിക പ്രസിദ്ധീകരിച്ചു. ഏറ്റവും മികച്ച ആശുപത്രിയായി ലണ്ടനിലെ മൂർഫീൽഡ്സ് ഐ ഹോസ്പിറ്റലിനെ തിരഞ്ഞെടുത്തപ്പോൾ മോശം പ്രകടനം കാഴ്ചവെച്ചതായി വിലയിരുത്തപ്പെട്ടത് നോർഫോമിലെ കിങ്സ് ലിവൻ പ്രദേശത്തുള്ള ക്വീൻ എലിസബത്ത് ആശുപത്രി. UK-യിലെ 23 ലക്ഷത്തിലധികം ഹൃദ്രോഗികൾക്ക് പ്രതീക്ഷ നൽകിക്കൊണ്ട് ഹൃദയാഘാതവും സ്ട്രോക്കും തടയുന്നതിൽ പതിറ്റാണ്ടുകളായി പ്രാഥമികമായി ഉപയോഗിച്ചിരുന്ന ആസ്പിരിനേക്കാൾ ക്ലോപ്പിഡ്രോഗൽ എന്ന മരുന്ന് കൂടുതൽ ഫലപ്രദമെന്ന് പുതിയ പഠനം. ഇന്ത്യൻ പൗരന്മാർക്ക് US വിസ നേടാനുള്ള നടപടിക്രമങ്ങൾ കൂടുതൽ കർശനമാക്കി US സർക്കാർ. ഇനി മുതൽ എല്ലാ നോൺ ഇമിഗ്രേഷൻ വിസ അപേക്ഷകർക്കും അവരുടെ സ്വന്തം രാജ്യത്തേക്കോ നിയമപരമായി താമസിക്കുന്ന രാജ്യത്തേക്കോ മാത്രമേ അഭിമുഖത്തിൽ പങ്കെടുക്കാവൂ. വാർത്തകൾ വിശദമായി. ഇസ്രയേലിനെതിരെ തിരിച്ചടിക്കാൻ തങ്ങൾക്ക് അവകാശമുണ്ടെന്നും രാജ്യത്തിന്റെ പരമാധികാരത്തിന്മേലുമുള്ള കടന്നുകയറ്റം അംഗീകരിക്കില്ലെന്നും ഖത്തർ പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽ താനി. ഇസ്രയേൽ ആക്രമണത്തിന് പിന്നാലെ ദോഹയിൽ ഇന്നലെ രാത്രി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇസ്രയേൽ നടത്തിയത് ഭീകരാക്രമണം തന്നെയാണെന്നും ഖത്തർ പ്രധാനമന്ത്രി കുറ്റപ്പെടുത്തി. മേഖലയിൽ കൂസലില്ലാതെ ഭീകരപ്രവർത്തനം നടത്തുന്നയാളാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു എന്നും അദ്ദേഹം തുറന്നടിച്ചു. ഖത്തറിന്റെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റം ഒരു തരത്തിലും അംഗീകരിക്കാനാകില്ല. ചരിത്രം ഈ ആക്രമണത്തെ രേഖപ്പെടുത്തും. വഞ്ചനയെന്ന് മാത്രമേ ഇതിനെ വിശേഷിപ്പിക്കാനാകൂ. അന്താരാഷ്ട്ര നിയമങ്ങളെ മാത്രമല്ല ധാർമ്മികതയും ഇസ്രയേൽ കാറ്റിൽ പറത്തി. ഇസ്രയേലിനെതിരെ രാജ്യാന്തര തലത്തിൽ നിയമ നടപടികൾക്കായി പ്രത്യേക സംഘത്തെ നിയോഗിച്ചതായും അദ്ദേഹം വെളിപ്പെടുത്തി. ആക്രമണ വിവരം അറിയിച്ചെന്ന അമേരിക്കൻ അവകാശവാദത്തെ ഖത്തർ പ്രധാനമന്ത്രി തള്ളി. സംഭവം കഴിഞ്ഞ് 10 മിനിറ്റിന് ശേഷമാണ് അമേരിക്ക വിവരം അറിയിച്ചത്. ആക്രമണത്തോട് സുരക്ഷാ സേന കൃത്യമായ രീതിയിലാണ് പ്രതികരിച്ചത്. പരമാധികാരത്തെ ചോദ്യം ചെയ്ത സാഹചര്യത്തിൽ ഖത്തർ എടുക്കുന്ന ഏത് തീരുമാനത്തിനും ഒപ്പമുണ്ടാകുമെന്നും ഗൾഫ് രാജ്യങ്ങൾ വ്യക്തമാക്കി. 22 അറബ് രാജ്യങ്ങൾ ഉൾപ്പെട്ട അറബ് ലീഗും 6 ഗൾഫ് രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ഗൾഫ് സഹകരണ കൗൺസിലും ഏക സ്വരത്തിലാണ് ഖത്തറിനെതിരായ ഇസ്രയേൽ ആക്രമണത്തെ അപലപിച്ചത്. ഇസ്രയേലിന്റേത് ഭീരുത്വം നിറഞ്ഞ നടപടിയാണെന്നും അവർ കുറ്റപ്പെടുത്തി. ഖത്തർ അമീറിനെ ഫോണിൽ വിളിച്ച UAE പ്രസിഡന്റ്, സൗദി കിരീടാവകാശി കുവൈത്ത് അമീർ എന്നിവർക്ക് പുറമെ ബഹ്റൈൻ ശൂര കൗൺസിൽ, ഒമാൻ വിദേശകാര്യ മന്ത്രാലയവും തങ്ങൾ ഒപ്പമുണ്ടാകുമെന്നും വ്യക്തമാക്കി. മധ്യസ്ഥ രാജ്യമായ ഖത്തറിന് നേരെയുള്ള ആക്രമണത്തെ ഈജിപ്തും ശക്തമായ ഭാഷയിൽ അപലപിച്ചു. ആക്രമണത്തിന് തങ്ങളുടെ വ്യോമപാത അനുവദിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കി ജോർദാൻ ആക്രമണത്തെ ഹീനമായ നടപടിയെന്നാണ് വിശേഷിപ്പിച്ചത്. നെതന്യാഹു സർക്കാരിന് ബോധം നഷ്ടപ്പെട്ടിരിക്കുകയാണെന്നും തുർക്കി പ്രസിഡന്റ് റജബ് തൊയ്ബ് ഉർദാഗൻ പ്രതികരിച്ചു. ഖത്തറിനും ഫലസ്തീനും ഒപ്പം തുർക്കി ശക്തമായി നിലകൊള്ളുമെന്നും അദ്ദേഹം പറഞ്ഞു. അപകടകരമായ നീക്കമെന്ന് പറഞ്ഞ ഇറാൻ ഇസ്രയേലിന്റെ സകല നിയമങ്ങളും കാറ്റിൽ പറത്തുകയാണെന്നും വിമർശിച്ചു. അറബ് രാജ്യങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോഴാണ് ചെയ്യേണ്ടതെന്നും ഹൂതികളുടെ പ്രതികരണം. ഒന്നിച്ചു നിന്നില്ലെങ്കിൽ ദോഹയിലേത് എല്ലായിടത്തും സംഭവിക്കുമെന്നും അവർ മുന്നറിയിപ്പ് നൽകി. ഖത്തറിനെ ആക്രമിച്ചതിന് മറുപടി എന്നോണം ഇന്നലെ രാത്രിയും യമനിൽ നിന്നും ഹൂതികളുടെ മിസൈൽ ഇസ്രയേൽ ലക്ഷ്യമിട്ട് എത്തിയിരുന്നു. ഇറാന്റെ ആണവ കേന്ദ്രങ്ങളുടെ പരിശോധനകൾ പുനരാരംഭിക്കുന്നതിനുള്ള മാർഗങ്ങൾ ഉൾപ്പെടെ സഹകരണം പുനരാരംഭിക്കുന്നതിന് വഴിയൊരുക്കുന്നതിനായി ഇറാനും അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയും ചൊവ്വാഴ്ച ഈജിപ്തിന്റെ തലസ്ഥാനമായ കെയ്റോയിൽ ഒരു കരാറിൽ ഒപ്പുവെച്ചു. ഈജിപ്ഷ്യൻ വിദേശകാര്യമന്ത്രി ബദർ അബ്ദുല്ലാറ്റി, ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാജി, അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി ഡയറക്ടർ ജനറൽ റാഫേൽ ഗ്രോസി എന്നിവർ നടത്തിയ കൂടിക്കാഴ്ചയെ തുടർന്നാണ് പ്രഖ്യാപനം. 2 മാസം മുമ്പ് ടെഹ്റാൻ ഏജൻസിയുമായി സഹകരണം നിർത്തിവെച്ചതിന് ശേഷം ഇറാനും UN ആണവ നിരീക്ഷണ ഏജൻസിയും തമ്മിലുള്ള ആദ്യ കൂടിക്കാഴ്ചയായിരുന്നു ഇത്. ടെഹ്റാൻ ആണവായുധങ്ങൾ വികസിപ്പിക്കുന്നത് തടയുക എന്ന ലക്ഷ്യത്തോടെയുള്ള 2015-ലെ കരാർ പാലിക്കാത്തതിന്റെ പേരിൽ ഓഗസ്റ്റ് 28-ന് ഫ്രാൻസ്, ജർമ്മനി, യുണൈറ്റഡ് കിങ്ഡം എന്നിവ ഇറാനെതിരെ വീണ്ടും ഉപരോധം ഏർപ്പെടുത്തുന്നതിനുള്ള പ്രക്രിയ ആരംഭിച്ച നിർണായക വേളയിലാണ് കൂടിക്കാഴ്ച നടന്നത്. ഭാരത കത്തോലിക്ക സഭയ്ക്ക് വത്തിക്കാന്റെ പുതിയ അംഗീകാരം. ഒരു മലയാളിയെ കൂടി ആഗോള കത്തോലിക്ക സഭയുടെ അൾത്താര വണക്കത്തിനായി ഉയർത്തുകയാണ്.
നവംബർ 8-ന് വത്തിക്കാനിൽ മാർപ്പാപ്പ മദർ ഏലീശയെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിക്കും. കത്തോലിക്ക സഭയിലെ വിശുദ്ധ പദവിക്ക് തൊട്ടു താഴെയുള്ള പദവിയാണ് വാഴ്ത്തപ്പെട്ടവൾ എന്നത്. ഭാരത കത്തോലിക്ക സഭയിലെ ആദ്യ സന്യാസിനിയും കോൺഫ്രിഗേഷൻ ഓഫ് തെരേസ്യ കാർമലിറ്റിലെ സന്യാസിനി സമൂഹത്തിന്റെ സ്ഥാപകയുമാണ് ദൈവദാസി മദർ ഏലീശ. ധന്യയായ മദർ ഏലീശയുടെ മധ്യസ്ഥതയിൽ സംഭവിച്ച അത്ഭുതം വൈദ്യശാസ്ത്രപരമായും ദൈവശാസ്ത്രപരമായും കാനൂനികമായും വിശുദ്ധർക്കായുള്ള വത്തിക്കാൻ ഡിക്കാസ്റ്റീഡ് നിയോഗിച്ച വിദഗ്ധർ അംഗീകരിച്ചിരുന്നു. ഇത് മാർപ്പാപ്പയ്ക്ക് സമർപ്പിച്ചിരുന്നു. ഇത് പാപ്പ കൂടി അംഗീകരിച്ചതോടെയാണ് വാഴ്ത്തപ്പെട്ട പദവിയിലേക്ക് മദർ ഏലീശ ഉയർത്തപ്പെടുന്നത്. നവംബർ 8-ന് വല്ലാർപാടം ബസിലിക്കയിലും പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകൾ നടക്കും. നേപ്പാളിൽ കലാപം കത്തുന്നു. ജൻസി പ്രക്ഷോഭകാരികൾ മുൻ പ്രധാനമന്ത്രിയുടെ വീടിന് തീയിട്ടു. വീടിനുള്ളിലുണ്ടായിരുന്ന ഭാര്യ വെന്തു മരിച്ചു. മുൻ പ്രധാനമന്ത്രി ഛലനാഥ് ഖനാന്റെ ഭാര്യ രാജ്യലക്ഷ്മി ചിത്രക്കാർ ആണ് മരിച്ചത്. പ്രതിഷേധക്കാർ അവരുടെ വീടിന് തീയിടുകയും വീടിനുള്ളിലുണ്ടായിരുന്ന രാജ്യലക്ഷ്മി വെന്തു മരിക്കുകയുമായിരുന്നു എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. വാട്സ്ആപ്പ്, ഫേസ്ബുക്ക്, എക്സ്, ഇൻസ്റ്റഗ്രാം, യൂട്യൂബ് തുടങ്ങിയ ജനപ്രിയമായ 26 സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രി നേപ്പാൾ സർക്കാർ നിരോധിച്ചതിനെതിരെയാണ് പ്രക്ഷോഭം ആരംഭിച്ചത്. രാജ്യത്ത് രജിസ്ട്രേഷൻ പൂർത്തിയാക്കാത്ത സമൂഹ മാധ്യമങ്ങളുടെ പ്രവർത്തന രഹിതമാകുന്നതിന്റെ ഭാഗമായാണ് നടപടിയെന്ന് വിശദീകരിച്ചായിരുന്നു സർക്കാർ നടപടി. പിന്നാലെ നേപ്പാളിലെ KP ശർമ്മ ഒലി സർക്കാർ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ കടയ്ക്കൽ കത്തിവെക്കുകയാണെന്നും പ്രതികരിക്കാനുള്ള അവകാശം നിഷേധിക്കുകയാണെന്നും ആരോപിച്ച് യുവാക്കൾ തെരുവിലിറങ്ങി പ്രതിഷേധം തുടങ്ങി. പ്രതിഷേധം കത്തിപ്പടർന്നതോടെ നിരോധനം പിൻവലിക്കാൻ സർക്കാർ നിർബന്ധിതരായെങ്കിലും പ്രക്ഷോഭം തെരുവിൽ ഇപ്പോഴും ശക്തമായി തുടരുകയാണ്. ഇനി പൗണ്ട്, യൂറോ, ഡോളർ, രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. ഒരു പൗണ്ട് 119.35 ഇന്ത്യൻ രൂപ, ഒരു US ഡോളർ 88.15 ഇന്ത്യൻ രൂപ, ഒരു യൂറോ 103.25 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.35 US ഡോളർ. ഇനി യൂറോപ്പ് ന്യൂസിലേക്ക്. അത് ടിയർ ഗ്യാസ്. ഹീത്രോ വിമാനത്താവളത്തിൽ ടെർമിനൽ 4ന്റെ അടച്ചുപൂട്ടലിനിടയാക്കിയ വസ്തു ഒരു യാത്രക്കാരുടെ കൈവശമുണ്ടായിരുന്ന ടിയർ ഗ്യാസ് ആണെന്ന് സൂചന. ഹീത്രോ വിമാനത്താവളത്തിന്റെ ടെർമിനൽ 4ന്റെ ചെക്ക് ഇൻ ഏരിയയിലേക്ക് കണ്ണീർവാതകം കൊണ്ടുവന്നതായി സംശയിക്കുന്ന ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ടിയർ ഗ്യാസ് ഇനത്തിൽപ്പെടുന്ന ഒരു CS സ്പ്രേ തോക്ക് കൈവശം വെച്ചതിനും പൊതുജന ശല്യം ഉണ്ടാക്കിയതിനും 57 വയസ്സുള്ള ഒരാളെ അറസ്റ്റ് ചെയ്തതായി മെട്രോപൊളിറ്റൻ പോലീസ് വക്താവ് പറഞ്ഞു. പ്രദേശത്ത് തിരച്ചിൽ നടത്തിയ മെറ്റ് ഉദ്യോഗസ്ഥർ CS സ്പ്രേ കണ്ടെത്തി. 21 പേർക്കാണ് പരിഭ്രാന്തി മൂലം പരിക്കേറ്റത്. ഹോസ്പിറ്റൽസ്, NHS ട്രസ്റ്റുകളിൽ നല്ലത് ഇവ. ആരോഗ്യ സാമൂഹ്യ പരിചരണ വകുപ്പ് ആദ്യമായി ഇംഗ്ലണ്ടിലെ NHS ട്രസ്റ്റുകളുടെ പ്രകടനം അടിസ്ഥാനമാക്കി ഒരു റാങ്കിംഗ് പട്ടിക പ്രസിദ്ധീകരിച്ചു. പട്ടികയിൽ ഏറ്റവും മികച്ച ആശുപത്രിയായി ലണ്ടനിലെ മൂർഫീൽഡ്സ് ഐ ഹോസ്പിറ്റലിനെ തിരഞ്ഞെടുത്തപ്പോൾ മോശം പ്രകടനം കാഴ്ചവെച്ചതായി വിലയിരുത്തപ്പെട്ടത് നോർഫോക്കിലെ കിങ്സ് ലിൻ പ്രദേശത്തുള്ള ക്വീൻ എലിസബത്ത് ആശുപത്രിയാണ്. സാമ്പത്തിക നില, രോഗികൾക്ക് ലഭിക്കുന്ന ചികിത്സാ സൗകര്യം, ശസ്ത്രക്രിയയും അടിയന്തര ചികിത്സകളും സമയത്ത് ലഭ്യമാക്കൽ, ആംബുലൻസ് പ്രതികരണ സമയം മെച്ചപ്പെടുത്തൽ എന്നിവ ഉൾപ്പെടെയുള്ള സൂചികകൾ അടിസ്ഥാനപ്പെടുത്തിയായിരുന്നു ഈ റാങ്കിംഗ് തയ്യാറാക്കിയത്. ഈ ത്രൈമാസ റാങ്കിംഗ് ലഭ്യമാകുന്നത് വഴി ഏത് പ്രദേശങ്ങളിലാണ് അടിയന്തര പിന്തുണ ആവശ്യമെന്ന് കണ്ടെത്തുവാനും അതോടൊപ്പം മികച്ച സേവനം എവിടെ ലഭിക്കുമെന്ന് പൊതുജനങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുമെന്നും ആരോഗ്യമന്ത്രി വെസ്റ്റ് ട്രീറ്റിംഗ് പറഞ്ഞു. മികച്ച പട്ടികയിൽ റോയൽ നാഷണൽ ഓർത്തോപീഡിക് ആശുപത്രി, ദി ക്രിസ്ത്യൻ മെഡിക്കൽ സ്ഥാപനം, നോർത്ത് സ്റ്റാൻഫോർഡേഴ്സ് കോംബേസ് ഹെൽത്ത് കെയർ, മിഡ്ലാൻഡ്സ് പങ്കാളിത്ത മെഡിക്കൽ സ്ഥാപനങ്ങൾ എന്നിവയിലും ഇടം നേടിയിട്ടുണ്ട്. പ്രകടനം മികച്ച ട്രസ്റ്റുകൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യവും നിക്ഷേപവും നൽകുമെന്നും സ്ഥിരമായ മോശം പ്രകടനം കാഴ്ചവെക്കുന്ന സ്ഥാപനങ്ങളിലെ മുതിർന്ന ഭരണാധികാരികളുടെ വേതനം കുറയ്ക്കുമെന്നും സർക്കാർ വ്യക്തമാക്കി. മോശം പ്രകടനം കാഴ്ചവെച്ച മറ്റുള്ളവയിൽ ബർമിംഗ്ഹാം കമ്മ്യൂണിറ്റി ഹെൽത്ത് കെയർ, നോർഫോക്ക് ആൻഡ് സഫോക്ക് മെഡിക്കൽ സ്ഥാപനങ്ങൾ, ഗ്രേറ്റ് മാഞ്ചസ്റ്റർ മാനസികാരോഗ്യ മെഡിക്കൽ സ്ഥാപനങ്ങൾ, സക്സസ് പങ്കാളിത്ത മെഡിക്കൽ സ്ഥാപനങ്ങൾ, ഡെവൻ പങ്കാളിത്ത മെഡിക്കൽ സ്ഥാപനങ്ങൾ എന്നിവയും ഉൾപ്പെടുന്നു. പട്ടികയെ 3 വിഭാഗങ്ങളായി വേർതിരിച്ചിട്ടുണ്ട്. അക്യൂട്ട് ആശുപത്രികൾ, നോൺ അക്യൂട്ട് ആശുപത്രികൾ, ആംബുലൻസ് സേവന സ്ഥാപനങ്ങൾ. ഇവയ്ക്കുള്ളിൽ 4 നിലവാരങ്ങളുണ്ട്. കാറ്റഗറി 1 മുതൽ 4 വരെ വേർതിരിച്ചിട്ടുണ്ട്. മികച്ച പ്രകടനമുള്ള സ്ഥാപനങ്ങളെ കാറ്റഗറി 1-ലും മോശം പ്രകടനമുള്ളവയെ കാറ്റഗറി 4-ലുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കാറ്റഗറി 1-ൽ മികച്ച ആശുപത്രികളുടെ പട്ടികയിൽ മോർഫീൽഡ് ഐ ഹോസ്പിറ്റലും റോയൽ നാഷണൽ ഓർത്തോപീഡിക് ഹോസ്പിറ്റലും ദി ക്രിസ്റ്റി NHS ഫൗണ്ടേഷൻ ട്രസ്റ്റ്, ലിവർപൂൾ ഹാർട്ട് ആൻഡ് ചെസ്റ്റ് ഹോസ്പിറ്റൽ എന്നിവയടക്കം 16 ആശുപത്രികളുണ്ട്. ഹൃദയപൂർവ്വം ക്ലോപ്പിഡോഗ്രൻ.
UK-യിലെ 23 ലക്ഷത്തിലധികം ഹൃദ്രോഗികൾക്ക് പ്രതീക്ഷ നൽകിക്കൊണ്ട് ആസ്പിരിനേക്കാൾ മെച്ചപ്പെട്ട മരുന്നുമായി NHS. ഹൃദയാഘാതം, സ്ട്രോക്കും തടയുന്നതിൽ പതിറ്റാണ്ടുകളായി പ്രാഥമികമായി ഉപയോഗിച്ചിരുന്ന ആസ്പിരിനേക്കാൾ കോപ്പിഡോഗ്രൻ എന്ന മരുന്ന് കൂടുതൽ ഫലപ്രദമാണെന്ന് പുതിയ പഠനം വ്യക്തമാക്കുന്നു. യൂറോപ്പിലെ ഏറ്റവും വലിയ ഹാർട്ട് കോൺഫറൻസായ യൂറോപ്യൻ സൊസൈറ്റി ഓഫ് കാർഡിയോളജി കോൺഗ്രസിൽ അവതരിപ്പിച്ച പഠനം പ്രശസ്തമായ ലാൻസെറ്റ് മെഡിക്കൽ ജേർണലിലും പ്രസിദ്ധീകരിക്കപ്പെട്ടു. ലോകത്തെ ഏകദേശം 300 മില്യൺ ആളുകൾക്ക് ഹൃദയ സംബന്ധമായ രോഗമുണ്ടെന്നാണ് കണക്ക്. അതിൽ UK-യിൽ മാത്രം 23 ലക്ഷത്തിലധികം രോഗികളുണ്ട്. UK-യിൽ മാത്രം വർഷം തോറും ഏകദേശം 64,000 പേർ ഹൃദയാഘാതം മൂലം മരിക്കുന്നുണ്ട്. ബ്രിട്ടനിൽ ഹൃദയാഘാതം വർഷം തോറും ആയിരക്കണക്കിന് പേരുടെ മരണത്തിന് ഇടയാക്കുമ്പോൾ ഈ കണ്ടെത്തൽ ഭാവിയിൽ ചികിത്സാ മാർഗങ്ങൾ തന്നെ മാറ്റിമറിക്കുമെന്നും വിദഗ്ധർ അഭിപ്രായപ്പെട്ടു. ആഗോളതലത്തിൽ 29,000 രോഗികളെ ഉൾപ്പെടുത്തി നടത്തിയ 7 പ്രധാന ക്ലിനിക്കൽ പരീക്ഷണങ്ങളാണ് പഠനത്തിന്റെ അടിസ്ഥാനം. കോപ്പിഡോഗ്രൻ ഉപയോഗിച്ച് ഹൃദയാഘാതം, സ്ട്രോക്ക്, ഹൃദയ സംബന്ധമായ മരണം തുടങ്ങിയവയുടെ അപകട സാധ്യത 14% വരെ കുറവ് ഉണ്ടാക്കുന്നു എന്നാണ് കണ്ടെത്തിയത്. രോഗികൾക്ക് ലഭ്യമായ മരുന്നുകൾ കൂടുതൽ സുരക്ഷയും ഫലപ്രാപ്തിയും ഉറപ്പാക്കുന്ന കണ്ടെത്തലാണ് ഇത് എന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. കോപ്പിഡോഗ്രൻ ഉപയോഗിക്കുന്നവർക്ക് ആസ്പിരിൻ ഉപയോഗിക്കുന്നവരെക്കാൾ കൂടുതൽ ഫലപ്രാപ്തി ഉണ്ടെന്നാണ് പഠനം വ്യക്തമാക്കുന്നത്. തൊഴിലാളി അവകാശ ബില്ലിൽ വെള്ളം ചേർക്കരുത്. തൊഴിലാളി അവകാശ ബിൽ പൂർണ്ണമായി നടപ്പാക്കണമെന്ന് ബ്രിട്ടനിലെ പ്രമുഖ യൂണിയനുകൾ. നിയമത്തിൽ വെള്ളം ചേർത്താൽ ശക്തമായ പ്രക്ഷോഭം ഉണ്ടാകുമെന്നും യൂണിയനുകൾ മുന്നറിയിപ്പ് നൽകി. തൊഴിലാളി അവകാശ ബില്ലിനെ സർക്കാർ ദുർബലപ്പെടുത്തുന്നത് വലിയ തെറ്റാകുമെന്നും ബ്രിട്ടനിലെ ഏറ്റവും വലിയ ട്രേഡ് യൂണിയനായ യൂണിയൻ മുന്നറിയിപ്പ് നൽകി. ബ്രൈറ്റണിൽ നടന്ന ട്രേഡ് യൂണിയൻ കോൺഗ്രസിൽ നിരവധി യൂണിയൻ നേതാക്കൾ ബിൽ വൈകിക്കപ്പെടുകയോ ദുർബലമാക്കപ്പെടുകയോ ചെയ്യുമോ എന്ന ആശങ്ക പങ്കുവച്ചു. ആഞ്ചല റെയ്ന, ജസ്റ്റിൻ മേഡ് പോലുള്ള മന്ത്രിസഭയിലെ പ്രമുഖരുടെ മാറ്റം ബില്ല് പൂർണ്ണമായി നടപ്പാക്കുമോ എന്ന ആശങ്ക ഉയർത്തിയിട്ടുണ്ട് എന്നും യൂണിയൻ ജനറൽ സെക്രട്ടറി ക്രിസ്റ്റീന മക്കാന വ്യക്തമാക്കി. അന്യായമായ പിരിച്ചുവിടലിൽ നിന്നും സംരക്ഷണവും ചൂഷണപരമായ സീറോ അവേഴ്സ് കരാർ നിരോധിക്കലും ഉൾപ്പെടുന്ന ഈ നിയമം തൊഴിലാളികൾക്കുള്ള രക്ഷാ കവചമെന്നാണ് അഭിപ്രായപ്പെടുന്നത്. നിയമത്തിൽ നിന്നും പിന്മാറാൻ ശ്രമിക്കുന്നത് കടുത്ത പ്രതിഷേധം വിളിച്ചു വരുത്തുമെന്നും യൂണിയനുകൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അപലപിക്കലിൽ ഒതുക്കി. ഖത്തറിനെതിരായ ഇസ്രയേൽ ആക്രമണത്തെ അപലപിച്ചു. UK പ്രധാനമന്ത്രി കെ സ്റ്റാമർ. ബുധനാഴ്ച ലണ്ടനിലെ ഇസ്രയേൽ പ്രസിഡന്റുമായുള്ള കൂടിക്കാഴ്ച നടക്കാനിരിക്കെയാണ് പ്രതികരണം വന്നത്. എന്നാൽ ആക്രമണത്തെ അപലപിക്കുന്നതിനപ്പുറം ഇസ്രയേലിനെതിരെ പ്രധാനമന്ത്രി ഒരു നിലപാട് എടുക്കുന്നില്ലെന്നും വ്യക്തമാണ്. ഇസ്രയേലുമായി പ്രഖ്യാപിക്കാനിരിക്കുന്ന സൈനിക സഹകരണം മുൻനിർത്തി രൂക്ഷമായ പ്രതികരണമൊന്നും ഉണ്ടാകില്ല എന്നാണ് നമ്പർ 10ന്റെ നിലപാട്. ദോഹയിൽ താവളമുറപ്പിച്ച ഹമാസ് നേതാക്കളുടെ ലക്ഷ്യമിട്ടുള്ള സൈനിക ആക്രമണം ഖത്തറിന്റെ പരമാധികാരത്തിന്റെ ലംഘനമാണെന്നും മേഖലയിൽ ഉടനീളം കൂടുതൽ സംഘർഷമുണ്ടാകാൻ സാധ്യതയുണ്ടെന്നും UK പ്രധാനമന്ത്രി പറഞ്ഞു. ഉടനടി വെടിനിർത്തൽ, ബന്ദികളെ മോചിപ്പിക്കൽ, ഗാസയിലേക്കുള്ള സഹായത്തിൽ വൻതോതിലുള്ള വർധനവ് എന്നിവയായിരിക്കണം മുൻഗണന. ദീർഘകാലം സമാധാനത്തിനുള്ള ഏക പരിഹാരം ഇതാണ് എന്നും സ്റ്റാമർ എക്സിലെ ഒരു പ്രസ്താവനയിൽ കൂട്ടിച്ചേർത്തു. ഉർസുലയുടെ നിലപാട് ഇന്നറിയാം. ഗാസയിലെ മാനുഷിക ദുരന്തത്തിൽ ഇസ്രയേലിനെതിരായ കടുത്ത നിലപാട് പ്രഖ്യാപിക്കാനും അതുവഴി യൂറോപ്യൻ യൂണിയന്റെ രാഷ്ട്രീയ വിശ്വാസ്യതയെ സംരക്ഷിക്കുവാനും യൂറോപ്യൻ യൂണിയൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലെയനുമായി സമ്മർദ്ദം ഏറുന്നു. ഇസ്രയേലിനെതിരായ യൂറോപ്യൻ യൂണിയന്റെ നിലപാടുകൾ ബുധനാഴ്ച യൂറോപ്യൻ പാർലമെന്റ് നടത്തുന്ന വാർഷിക സ്റ്റേറ്റ് ഓഫ് ദി യൂണിയൻ പ്രസംഗത്തിൽ വോൺ ഡെർ ലെയൻ പ്രഖ്യാപിക്കുമെന്നാണ് പ്രതീക്ഷ. ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഭരണത്തിൽ കൂടുതൽ കർശനമായ നിലപാട് സ്വീകരിക്കേണ്ടതുണ്ടെന്ന വിമർശനമാണ് ഉർസുല നേരിടുന്നത്. ഇനി ലേകോർണു ആ കുരിശ് ചുമക്കും. പ്രതിരോധ മന്ത്രി സെബാസ്റ്റ്യൻ ലേകോർണുവിനെ പുതിയ ഫ്രഞ്ച് പ്രധാനമന്ത്രിയായി നിയമിച്ചു. ബഡ്ജറ്റിൽ സമവായം കണ്ടെത്താൻ ശ്രമിക്കുന്നതിന് ഫ്രാൻസിലെ ഭിന്നിച്ച രാഷ്ട്രീയ പാർട്ടികളുമായി കൂടിയാലോചിക്കുക എന്നതാണ് ഇമാനുവൽ മാക്രോന്റെ അടുത്ത സുഹൃത്തായ സെബാസ്റ്റ്യൻ ലേകോർണുവിന്റെ ചുമതല. പ്രസിഡന്റിനോട് കടുത്ത വിശ്വസ്തനായി കണക്കാക്കപ്പെടുന്ന 39-കാരനായ ലേകോർണു നിക്കോളസ് സർക്കോസിയുടെ പരമ്പരാഗത വലതുപക്ഷ പാർട്ടിയിൽ നിന്നും തന്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിച്ചു. 2017 മാക്രോന്റെ കേന്ദ്രത്തിലേക്ക് ചുവടുമാറി. ബിസിനസിനും സമ്പന്നർക്കും മേലുള്ള നികുതി വെട്ടിക്കുറയ്ക്കലുകളും വിരമിക്കൽ പ്രായം ഉയർത്തുകയും ചെയ്ത തന്റെ ബിസിനസ് അനുകൂല സാമ്പത്തിക അജണ്ടയ്ക്ക് പിന്നിൽ ഉറച്ചു നിൽക്കുന്ന ഒരു ന്യൂനപക്ഷ സർക്കാരുമായി മുന്നോട്ട് പോകാനുള്ള മാക്രോന്റെ കർശന നിലപാടുകൾ പ്രവർത്തിക്കുകയാണ് ലേകോർണുവിന്റെ ദൗത്യം. സ്പെയിനിൽ നോ സ്മോക്കിംഗ്. ബാറുകളിലും റെസ്റ്റോറന്റുകളിലും പുകവലിയും വാപ്പിംഗും നിരോധിക്കുന്ന കർശന നിയമങ്ങൾ നടപ്പാക്കാൻ ഒരുങ്ങുകയാണ് സ്പെയിൻ. പ്രായപൂർത്തിയാകാത്തവർ വേപ്പുകളും അനുബന്ധ ഉൽപ്പന്നങ്ങളും ഉപയോഗിക്കുന്നത് നിരോധിക്കുക.
ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന ഇലക്ട്രോണിക് സിഗരറ്റുകളുടെ വിൽപ്പന അവസാനിപ്പിക്കുക എന്നിവ ഉൾപ്പെടെ ഒരു കരട് പുകയില നിയമത്തിന് സ്പാനിഷ് സർക്കാർ അംഗീകാരം നൽകി. ചൊവ്വാഴ്ച രാവിലെ മന്ത്രിസഭ ഒപ്പുവെച്ച ഈ നിയമനിർമ്മാണം ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണം ശക്തിപ്പെടുത്തുന്നതിനും ഉപഭോഗ രീതികൾക്കും പുകയില ഉൽപ്പന്ന വിപണിക്കും അനുസൃതമായ നിയമം പൊരുത്തപ്പെടുന്നതിനും ഉദ്ദേശിച്ചിട്ടുള്ളതാണെന്നും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. നിർദ്ദിഷ്ട നിയമപ്രകാരം ഇലക്ട്രോണിക് സിഗരറ്റുകൾ, നിക്കോട്ടിൻ പൗച്ചുകൾ, ഹെർബൽ ഉൽപ്പന്നങ്ങൾ, ശിവ പൈപ്പുകൾ, പുകയിലയും മറ്റു വസ്തുക്കളും ചൂടാക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ എന്നിവ പരമ്പരാഗത സിഗരറ്റുകൾക്ക് തുല്യമായി കണക്കാക്കും. ന്യൂകാസിൽ ഹിന്ദു സമാജത്തിന്റെ ശ്രീകൃഷ്ണ ജയന്തി. ന്യൂകാസിൽ ഹിന്ദു സമാജത്തിന്റെ ആഭിമുഖ്യത്തിൽ ഉണ്ണിക്കണ്ണന്മാരും കുഞ്ഞു രാധമാരും അണിഞ്ഞൊരുങ്ങി വരുന്ന ശ്രീകൃഷ്ണ ജന്മാഷ്ടമി ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നു. ഈ വരുന്ന ഞായറാഴ്ച സെപ്റ്റംബർ മാസം 14-ാം തീയതി രാവിലെ 10 മണി മുതൽ ന്യൂകാസിൽ സെജ് ഹിൽ കമ്മ്യൂണിറ്റി ഹാളിൽ അതിവിപുലമായ പരിപാടികളോടെയാണ് ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. താലപ്പൊലി, പഞ്ചവാദ്യം, സോപാന സംഗീതം, നാമജപം, ആരതി, ഉറിയടി, വിഭവ സമൃദ്ധമായ ഓണസദ്യ എന്നിങ്ങനെ അതിവിപുലമായ രീതിയിലാണ് ഈ വർഷത്തെ കൃഷ്ണ ജന്മാഷ്ടമി പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. നോർത്ത് ഈസ്റ്റ് കേരള ഹിന്ദു സമാജത്തിന്റെ കൂടി സഹകരണത്തോടു കൂടിയാണ് ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നത്. ഇനി USA കാനഡ ന്യൂസിലേക്ക്. ഇന്ത്യക്കാർക്ക് US വിസയ്ക്ക് കടമ്പകളേറെ. ഇന്ത്യൻ പൗരന്മാർക്ക് US വിസ നേടാനുള്ള നടപടിക്രമങ്ങൾ കൂടുതൽ കർശനമാക്കി US സർക്കാർ. US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ പുതിയ നയം അനുസരിച്ച് ഇനി മുതൽ എല്ലാ നോൺ ഇമിഗ്രന്റ് വിസ അപേക്ഷകരും അവരുടെ സ്വന്തം രാജ്യത്തോ നിയമപരമായി താമസിക്കുന്ന രാജ്യത്തോ മാത്രമേ അഭിമുഖത്തിൽ പങ്കെടുക്കാവൂ. മറ്റു രാജ്യങ്ങളിൽ നിന്നും അഭിമുഖങ്ങളിൽ പങ്കെടുക്കാൻ ഇവർക്ക് അനുവാദമുണ്ടാകില്ല. ഇതുവരെ പല ഇന്ത്യൻ പൗരന്മാരും സിംഗപ്പൂർ, ജർമ്മനി, തായ്ലൻഡ് തുടങ്ങിയ രാജ്യങ്ങളിൽ B1, B2 വിസകൾക്ക് വേഗത്തിൽ അപ്പോയിന്റ്മെന്റ് നേടാറുണ്ടായിരുന്നു. പുതിയ നിയമം ഈ രീതിക്ക് തടസ്സമുണ്ടാക്കും. ഇന്ത്യയിൽ നിലവിൽ വിസ അപ്പോയിന്റ്മെന്റ് ലഭിക്കാൻ 3.5 മാസം മുതൽ 9 മാസം വരെയാണ് കാത്തിരിപ്പ് സമയം. ഈ പുതിയ നയം കാരണം ഇന്ത്യയിലെ വിസ ലഭിക്കാനുള്ള കാലതാമസം ഇനിയും വർദ്ധിക്കുമെന്ന് വ്യവസായ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. അത് ട്രംപ് അറിഞ്ഞു തന്നെ. ഖത്തറിൽ ആക്രമണം നടത്തിയത് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അനുമതിയോടെയാണ് എന്ന് റിപ്പോർട്ട്. ഖത്തറിലെ ഖത്താറയിൽ ആക്രമണം നടത്തിയതായി ഇസ്രായേൽ പ്രതിരോധ സേനയും ഇസ്രായേലി സുരക്ഷാ ഏജൻസിയും സ്ഥിരീകരിച്ചു. ഹമാസിന്റെ ഉന്നത നേതാക്കളെ ലക്ഷ്യം വെച്ചുള്ള ആക്രമണമാണ് നടത്തിയത് എന്നാണ് വിവരം. ആക്രമണത്തിൽ 6 പേർ കൊല്ലപ്പെട്ടതായും എന്നാൽ ഹമാസ് നേതാക്കൾ സുരക്ഷിതരാണ് എന്നും ഹമാസ് പ്രതികരിച്ചു. ഒക്ടോബർ 7-ലെ ആക്രമണങ്ങൾ ഉൾപ്പെടെ ഇസ്രായേലിനെതിരെയുള്ള പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിൽ ലക്ഷ്യമിട്ട ഹമാസ് നേതാക്കൾക്ക് പങ്കുണ്ട് എന്നാണ് ഇസ്രായേൽ ആരോപണം. ഖത്തറിലെ ഹമാസ് നേതൃത്വത്തിനെതിരെയുള്ള ആക്രമണത്തിന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അംഗീകാരം നൽകിയതായി ഇസ്രായേൽ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ഇസ്രായേലി ചാനൽ 12 റിപ്പോർട്ട് ചെയ്തു. ഖലീൽ അൽ ഹയ്യ, സാലിഹ് അൽ അരൂരി, ഡെപ്യൂട്ടി സഹർ ജബാരിൻ എന്നിവരുൾപ്പെടെ ഹമാസിന്റെ ഉന്നത നേതാക്കളെ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ചെയ്തത് തെറ്റ്, ഇസ്രായേലിനെ വിമർശിച്ച് US. അമേരിക്കയുടെ സഖ്യകക്ഷിയായ ഖത്തറിന്റെ പ്രദേശത്തിനുള്ളിൽ ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ടതിന് ട്രംപ് ഭരണകൂടം ഇസ്രായേലിനെ വിമർശിച്ചു. വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലീവിറ്റ് ഖത്തറിനെതിരായ ആക്രമണത്തിൽ US ഭരണകൂടത്തിന്റെ നിലപാട് വ്യക്തമാക്കി. പരമാധികാര രാഷ്ട്രവും അമേരിക്കയുടെ അടുത്ത സഖ്യകക്ഷിയുമായ ഖത്തറിനുള്ളിൽ ഏകപക്ഷീയമായ ബോംബാക്രമണം നടത്തുന്നത് ഇസ്രായേലിന്റെയോ അമേരിക്കയുടെയോ ലക്ഷ്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല എന്ന് US പ്രസ്താവനയിൽ വ്യക്തമാക്കി. US സൈന്യത്തിൽ നിന്ന് അറിഞ്ഞതിനു ശേഷം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേലി ആക്രമണത്തെക്കുറിച്ച് ഖത്തറിനെ വിവരം അറിയിച്ചതായി പ്രസ്താവനയിൽ പറയുന്നു. ആക്രമണത്തിനു ശേഷം ട്രംപ് നെതന്യാഹുവിനോടും ഖത്തർ നേതാക്കളോടും സംസാരിച്ചു. എന്നാൽ ആക്രമണ വിവരം അറിയിച്ചെന്ന അമേരിക്കൻ അവകാശവാദത്തെ ഖത്തർ പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽത്താനി തള്ളി. സംഭവം കഴിഞ്ഞ് 10 മിനിറ്റിന് ശേഷമാണ് അമേരിക്ക വിവരം അറിയിച്ചത് എന്നും അൽത്താനി പറഞ്ഞു. ഇന്ത്യ US മഞ്ഞുരുകുന്നു. വ്യാപാര തടസ്സങ്ങൾ പരിഹരിക്കുന്നതിനായി ഇന്ത്യയുമായി തന്റെ ഭരണകൂടം ചർച്ചകൾ തുടരുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വരും ആഴ്ചകളിൽ തന്റെ വളരെ നല്ല സുഹൃത്തായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് ട്രൂത്ത് സോഷ്യലിലെ ഒരു പോസ്റ്റിൽ ട്രംപ് പറഞ്ഞു. നമ്മുടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര തടസ്സങ്ങൾ പരിഹരിക്കുന്നതിനായി ഇന്ത്യയും യുണൈറ്റഡ് സ്റ്റേറ്റ്സും ചർച്ചകൾ തുടരുന്നുണ്ടെന്ന് അറിയിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. വരും ആഴ്ചകളിൽ എന്റെ വളരെ നല്ല സുഹൃത്ത് പ്രധാനമന്ത്രി മോദിയുമായി സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് ട്രംപ് എഴുതി. നമ്മുടെ 2 മഹത്തായ രാജ്യങ്ങൾക്കും വിജയകരമായ ഒരു തീരുമാനത്തിലെത്തുന്നതിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. വിദ്യാർത്ഥികൾക്ക് പ്രാർത്ഥിക്കാനും ട്രംപിന്റെ നീക്കം. പൊതുവിദ്യാലയങ്ങളിൽ പ്രാർത്ഥിക്കാനുള്ള വിദ്യാർത്ഥികളുടെ അവകാശം സംരക്ഷിക്കുന്നതിനായി വിദ്യാഭ്യാസ വകുപ്പ് പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കുമെന്ന് പ്രസിഡന്റ് ട്രംപ് അറിയിച്ചു. മ്യൂസിയം ഓഫ് ദി ബൈബിളിൽ നടന്ന മതസ്വാതന്ത്ര്യ കമ്മീഷൻ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
അമേരിക്കയിലെ പൗരന്മാർ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആഹ്വാനം ചെയ്യുന്ന അമേരിക്ക പ്രൈസ് എന്ന പുതിയ സംരംഭത്തിനും ട്രംപ് തുടക്കം കുറിച്ചു. ഒരു വലിയ രാഷ്ട്രത്തിന് മതം ആവശ്യമാണ് എന്ന് ട്രംപ് പറഞ്ഞു. ലിസ കുക്കിന് തുടരാൻ അനുമതി നൽകി ഫെഡറൽ കോടതി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ തിരിഞ്ഞു വീണ്ടും ഫെഡറൽ കോടതി. ഡൊണാൾഡ് ട്രംപ് തന്നെ പുറത്താക്കാൻ ഉത്തരവിട്ട ഫെഡറൽ റിസർവ് ബോർഡ് അംഗം ലിസ കുക്കിന് തൻ സ്ഥാനത്ത് തുടരാമെന്ന് വിധിച്ച് ഫെഡറൽ കോടതി. തന്നെ ഉടനടി പിരിച്ചുവിടാനുള്ള ട്രംപിന്റെ ശ്രമത്തിനെതിരെ താൽക്കാലിക നിരോധന ഉത്തരവ് ഏർപ്പെടുത്താൻ ലിസ കുക്ക് US ജില്ലാ ജഡ്ജി ജിയാക്കോബിനോട് ആവശ്യപ്പെട്ടു. ലിസയോട് തൽസ്ഥാനത്ത് തുടരാൻ കോടതി അനുമതി നൽകുകയും ചെയ്തു. സ്ഥിരീകരിക്കാത്ത മോർട്ട്ഗേജ് തട്ടിപ്പ് ആരോപണങ്ങൾ ചൂണ്ടിക്കാട്ടി US പ്രസിഡന്റ് തന്നെ പുറത്താക്കാൻ ശ്രമിക്കുകയാണ് എന്ന് കുക്ക് കോടതിയെ അറിയിച്ചിരുന്നു. ഫെഡ് ഗവർണർമാരെ പുറത്താക്കാനും പകരക്കാരെ നിയമിക്കാനും ട്രംപിന് കഴിയുമെന്ന് ഭരണകൂടം വാദിച്ചത് കോടതി മുഖവിലക്കെടുത്തില്ല. ന്യൂ മെക്സിക്കോ ഇനി സൗജന്യ ശിശു സംരക്ഷണ സംസ്ഥാനം. നവംബർ 1 മുതൽ എല്ലാ താമസക്കാർക്കും സൗജന്യ ശിശു സംരക്ഷണ സംസ്ഥാനം ഉറപ്പു നൽകുവാൻ പദ്ധതിയുമായി ന്യൂ മെക്സിക്കോ. 10,000-കണക്കിന് ആളുകളെ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റാൻ സഹായിച്ച നിലവിലുള്ള ഒരു പദ്ധതിയുടെ വിപുലീകരണമായി ന്യൂ മെക്സിക്കോ ഈ ആഴ്ച പ്രഖ്യാപിക്കുമെന്ന് ഗവർണർ മിഷേൽ ലുജാൻ ഗ്രിഷാം അറിയിച്ചു. ഇതിനെ ഒരു പുതിയ മുന്നേറ്റമെന്ന് ഗവർണറുടെ ഓഫീസ് വിശേഷിപ്പിച്ചു. കുടുംബസ്ഥിരത, തൊഴിൽ ശക്തി, പങ്കാളിത്തം, ന്യൂ മെക്സിക്കോയുടെ ഭാവി അഭിവൃദ്ധി എന്നിവയ്ക്ക് ശിശു സംരക്ഷണം അത്യാവശ്യമാണ് എന്ന് ലുജാൻ ഗ്രിഷാം ഒരു പ്രസ്താവനയിൽ പറഞ്ഞു. യുക്രൈൻ സ്വപ്നങ്ങൾ തകർത്ത പ്രതിയെ കടുത്ത ശിക്ഷ. കഴിഞ്ഞ മാസം നോർത്ത് കരോലിനയിൽ കമ്മ്യൂട്ടർ ട്രെയിനിൽ വെച്ച് ഉക്രൈനിയൻ അഭയാർത്ഥിയെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ ക്രിമിനൽ പശ്ചാത്തലമുള്ള പ്രതിക്ക് വധശിക്ഷ ലഭിക്കാവുന്ന ഫെഡറൽ കുറ്റകൃത്യം ചുമത്തി നീതിന്യായ വകുപ്പ്. 14 ക്രിമിനൽ അറസ്റ്റുകൾ ഉണ്ടായിട്ടും ഡെക്കാർലോസ് ബ്രൗൺ ജൂനിയർ തെരുവിലിറങ്ങിയത് എന്തുകൊണ്ടാണെന്ന ചോദ്യങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ഫെഡറൽ കുറ്റം ചുമത്തിയിരിക്കുന്നത്. 23-കാരിയായ ഐറിന സുൽസ്കയാണ് 1 മാസം മുൻപ് പ്രതി ആക്രമിച്ചത്. യുദ്ധത്തിൽ നിന്ന് രക്ഷപ്പെടാൻ US-ലേക്ക് വരുന്നതിന് മുൻപ് സറുൽസ്ക ഉക്രൈനിലെ ഒരു ബോംബ് ഷെൽട്ടറിൽ താമസിക്കുകയായിരുന്നു എന്ന് ബന്ധുക്കൾ പറഞ്ഞു. ഇനിയൊരു ഇടവേള. Book your Indigo flight tickets easily and safely with Anand Travel. Call UK number 020-8548-4897. Indian cell number 918921120509. Or please mail to info@anandtravel.com. Have a happy journey. വീണ്ടും വാർത്തകളിലേക്ക്. ഹമാസ് നേതാക്കളെ ലക്ഷ്യം വെച്ച് ഖത്തറിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തെ UAE ശക്തമായി അപലപിച്ചു. ഖത്തറിന്റെ പരമാധികാരത്തിന് നേരെയുള്ള ഇസ്രായേൽ ആക്രമണം രാജ്യാന്തര നിയമങ്ങളുടെയും UN ചാർട്ടറിന്റെയും നഗ്നമായ ലംഘനമാണ്. പ്രാദേശിക രാജ്യാന്തര സുരക്ഷയ്ക്കും സ്ഥിരതയ്ക്കും ഭീഷണിയാകുന്ന നിരുത്തരവാദപരമായ നടപടിയാണ് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്നും UAE വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ദോഹയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഖത്തർ ആഭ്യന്തര സുരക്ഷാ സേനയായ ലഖ്വിയുടെ ഓഫീസറും ഹമാസ് അംഗങ്ങളും ഉൾപ്പെടെ 6 പേർ കൊല്ലപ്പെട്ടു. സുരക്ഷാ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഒട്ടേറെ പേർക്ക് പരിക്കേറ്റു. സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമെന്നും അധികൃതർ വ്യക്തമാക്കി. ഡ്യൂട്ടിയിലായിരുന്ന കോർപ്പറേറ്റർ ബാദൽ സാദ് മുഹമ്മദ് അൽ ഹുമൈദി അൽ ദോസ്തരിയാണ് കൊല്ലപ്പെട്ട ലഖ്വി ഓഫീസർ. ഹമാസിന്റെ ഗാസയിലെ മുൻ തലവൻ ഹലീൽ അൽ ഹയ്യയുടെ മകൻ ഹമാം ഹലീൽ അൽ ഹയ്യാവും ഹമാസിന്റെ 4 നെഗോഷിയേറ്റർമാരുമാണ് കൊല്ലപ്പെട്ട മറ്റുള്ളവർ. ആക്രമണത്തിൽ പരിക്കേറ്റവരിൽ സാധാരണക്കാരും സുരക്ഷാ ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്നു. പരിക്കേറ്റവർ ആശുപത്രികളിൽ ചികിത്സയിലാണ്. UAE-യിൽ 1 വർഷത്തിനകം ഡ്രൈവറില്ലാത്ത ഡെലിവറി വാഹനങ്ങൾ പ്രവർത്തനം തുടങ്ങും. ലോജിസ്റ്റിക് ഗ്രൂപ്പായ 7X ആണ് ഇവ എത്തിക്കുന്നത്. നിലവിൽ അബുദാബിയിലെ മസ്ദാർ സിറ്റിയിൽ ഇത്തരം വാഹനങ്ങളുടെ പരീക്ഷണയോട്ടം പുരോഗമിക്കുകയാണ്. ഇനി ഖലീഫ സിറ്റിയിലും പിന്നീട് ദുബായിലെ വിവിധ ഇടങ്ങളിലേക്കും പരീക്ഷണോട്ടം വ്യാപിപ്പിക്കും. 1 വർഷത്തിനുള്ളിൽ UAE-ലെമ്പാടും ഡ്രൈവറില്ലാത്ത ഡെലിവറി വാഹനങ്ങൾ ഓടിത്തുടങ്ങുമെന്നും 7X ഗ്രൂപ്പ് CEO വ്യക്തമാക്കി. ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ നടക്കുന്ന 28ാമത് യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയൻ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇനി ആനന്ദ് ട്രാവൽ GCC ഇന്ത്യ നാണയ വിനിമയ നിരക്ക്. 1 സൗദി റിയാൽ 23.49 ഇന്ത്യൻ രൂപ, 1 UAE ദിർഹം 24 ഇന്ത്യൻ രൂപ, 1 കുവൈറ്റി ദിനാർ 288.57 ഇന്ത്യൻ രൂപ, 1 ഒമാനി റിയാൽ 229 ഇന്ത്യൻ രൂപ. രാജ്യത്തിന്റെ 15ാമത് ഉപരാഷ്ട്രപതിയായി മഹാരാഷ്ട്ര ഗവർണർ CP രാധാകൃഷ്ണൻ തിരഞ്ഞെടുക്കപ്പെട്ടു. 767 പാർലമെന്റ് അംഗങ്ങൾ വോട്ട് രേഖപ്പെടുത്തിയ തിരഞ്ഞെടുപ്പിൽ രാധാകൃഷ്ണൻ 452 വോട്ട് നേടി. പ്രതിപക്ഷ സ്ഥാനാർത്ഥിയായ സുപ്രീം കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് B സുദർശൻ റെഡ്ഡിക്ക് 300 വോട്ട് ലഭിച്ചു. തമിഴ്നാട്ടിൽ നിന്നുമുള്ള തലമുതിർന്ന BJP നേതാവായ CP രാധാകൃഷ്ണൻ RSS ജനസംഘം എന്നിവയിലൂടെയാണ് പൊതുരംഗത്ത് എത്തിയത്. BJP തമിഴ്നാട് ഘടകം മുൻ പ്രസിഡന്റാണ്. തിരുപ്പൂർ സ്വദേശിയായ രാധാകൃഷ്ണൻ കോയമ്പത്തൂരിൽ നിന്നും 2 തവണ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. ജൂലൈ 21-നാണ് ആരോഗ്യപരമായ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ജഗദീപ് ധൻകർ ഉപരാഷ്ട്രപതി പദം രാജിവെച്ചത്. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് ബ്രിട്ടീഷ് പൗരത്വമുണ്ടെന്ന് ആരോപിക്കുന്ന കേസിൽ ഹർജിക്കാരന്റെ മൊഴി ED രേഖപ്പെടുത്തി.
BJP പ്രവർത്തകൻ വിഘ്നേഷ് ശിശിറാണ് രാഹുലിനെതിരെ അലഹബാദ് ഹൈക്കോടതിയിൽ പൊതു താൽപര്യ ഹർജി നൽകിയത്. ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് പ്രകാരമാണ് തനിക്ക് ED സമൻസ് അയച്ചതെന്നും കേസുമായി ബന്ധപ്പെട്ട മുഴുവൻ രേഖകളും ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ശിശിർ പറഞ്ഞു. രാഹുൽ ബ്രിട്ടീഷ് പൗരനാണെന്നും അതുകൊണ്ട് ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാൻ യോഗ്യനല്ലെന്ന് തെളിയിക്കുന്ന രേഖകൾ തന്റെ പക്കലുണ്ടെന്നും ശിശിർ അലഹബാദ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച പൊതു താൽപര്യ ഹർജിയിൽ പറഞ്ഞത്. ഇനി സ്പോർട്സ്. ഏഷ്യ കപ്പ് 2025 ഗ്രൂപ്പ് ബിയിൽ ആദ്യ മത്സരത്തിൽ ഹോങ്കോങ്ങിനെ 94 റൺസിന് തകർത്ത് അഫ്ഗാനിസ്ഥാൻ. ടോസ് നേടിയ അഫ്ഗാനിസ്ഥാൻ ബാറ്റ് ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു. സദിഖുള്ള അറ്റൽ 52 പന്തിൽ 73 റൺസും അസ്മത്തുൽ ഒമർ സായി 21 പന്തിൽ 53 റൺസും എന്നിവയിൽ മികച്ച അർദ്ധ സെഞ്ചുറികളുടെ മികവിൽ 20 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 188 റൺസ് നേടാൻ അഫ്ഗാനിസ്ഥാനായി. ഈ വിജയ ലക്ഷ്യം പിന്തുടർന്ന ഹോങ്കോങ്ങിന് അഫ്ഗാനിസ്ഥാൻ ബൌളർമാർക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. ഗുൽബർബനും നായകനും ഫസൽ ഫായിവയും മികച്ച ബൌളിംഗ് പ്രകടനം കാഴ്ചവെച്ചപ്പോൾ ഹോങ്കോങ്ങിന്റെ പോരാട്ടം 94-9 എന്ന നിലയിൽ അവസാനിച്ചു. ഈ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.